ആം ആദ്മി പാർട്ടിയുടെ തകർച്ച അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡൽഹിയിലും പഞ്ചാബിലും ഭരണത്തിലിരുന്ന എഎപിക്ക് നിലവിൽ പഞ്ചാബിൽ മാത്രമേ സാന്നിധ്യമുള്ളൂ. ഡൽഹിയിൽ നിന്ന് അവർ തൂത്തെറിയപ്പെട്ടു കഴിഞ്ഞു. 10 മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ബിജെപി ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂറുമാറിയെത്തിയ രാജ്യസഭാ MP രാഘവ് ചദ്ദ ബിജെപിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓഫറും പഞ്ചാബിന്റെ ഭരണമാണ്. 117 അംഗബലമുള്ള പഞ്ചാബ് നിയമസഭയിൽ എഎപിക്ക് 93 പേരുടെ പിന്തുണയുണ്ട്. ബിജെപിക്ക് അവിടെ വെറും 2 MLAമാർ മാത്രമാണ് ഉള്ളത്. ഈ 93 പേരിൽ 67 പേരെ മറുകണ്ഠം ചാടിക്കാൻ സാധിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ സാധിക്കുമെന്നിരിക്കെ കോടികളുടെ ഓഫറാണ് MLAമാർക്ക് മുന്നിൽ ബിജെപി വെച്ചിരിക്കുന്നത്. നിലവിൽ 48 MLAമാർ രാഘവ് ചദ്ദയിലൂടെ ബിജെപിയുടെ പോക്കറ്റിലായി കഴിഞ്ഞു. ശേഷിക്കുന്ന 19 പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ എഎപിയിൽ നിന്ന് തന്നെ ചാടിക്കാം എന്ന വലിയ ഓഫറാണ് ഇപ്പോൾ ബിജെപിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഡീല് റെഡിയാകുവാണെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രി പദവി അടക്കമാണ് ചദ്ദയെ കാത്തിരിക്കുന്നത്. അതേസമയം MLAമാരെ ബിജെപിയുടെ തീക്ഷ്ണമായ നിരീക്ഷണത്തിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള നീക്കം എഎപി തുടങ്ങിക്കഴിഞ്ഞു. ബിജെപിയുടെ ആദ്യ നീക്കത്തിൽ പകച്ചുപോയ കെജ്രിവാൾ നിലവിൽ പഞ്ചാബിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 8 കോടി രൂപ വരെ ഒരു MLAക്ക് നൽകാൻ തയ്യാറാണെന്ന് ബിജെപി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ രോഷമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. എഎപിയിൽ പ്രതിസന്ധി ഉടലെടുത്ത വേളയിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലായിരുന്നു കെജ്രിവാൾ. ഇതിനെതിരെയും വിമർശനം വ്യാപകമായിട്ടുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ബുധനാഴ്ച നടക്കാനിരിക്കെ അതിനുശേഷമായിരിക്കും ബിജെപിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പഞ്ചാബിന് തുടക്കം കുറിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അണിയറയിൽ ബിജെപി കരുനീക്കം തുടങ്ങിയിട്ട് മാസങ്ങളായി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കളത്തിൽ പാർട്ടി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്നും ബിജെപി പ്രഖ്യാപിച്ചിരുന്നു. ഷായുടെ പ്രഖ്യാപനം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടപ്പോൾ ഓപ്പറേഷൻ താമരയിലൂടെ ഓപ്പറേഷൻ പഞ്ചാബ് ബിജെപി പ്രാബല്യത്തിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചാബ് പിടിച്ചാൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ വേരറക്കാം എന്ന കണക്കുകൂട്ടലും ബിജെപിക്കുണ്ട്. ഡൽഹി ഭരണം നഷ്ടപ്പെട്ട ശേഷം അരവിന്ദ് കെജ്രിവാളും പാർട്ടിയിലും കടുത്ത ക്ഷീണത്തിലാണ്. ഈ സമയം എഎപിയെ ആക്രമിച്ച് പഞ്ചാബ് പിടിക്കുകയാണ് ബിജെപിയുടെ തന്ത്രം. അത് നടപ്പിലാക്കാൻ പഞ്ചാബിൽ രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലുള്ള ബ്രിഗേഡിനെ ബിജെപി സജ്ജമാക്കി കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് പറയത്തക്ക സ്വാധീനമില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഭരണകക്ഷിയായ എഎപിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് നിലവിൽ ബിജെപിക്ക് 2 MLAമാരുണ്ട്. എഎപിയെ പിളർത്താനായാൽ അതിന്റെ നേട്ടം കൊയ്യാമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം കരുതുന്നുമുണ്ട്. ബിജെപിയിലേക്ക് പോയ 7-ൽ 6 പേരും പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലെത്തിയവരാണ്. നിയമസഭാ കക്ഷിയിലും പിളർപ്പുണ്ടാക്കി MLAമാരെ മറുകണ്ഠം ചാടിക്കാൻ ബിജെപി ചരട് വലിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുക 2022-ൽ എഎപിയെ അധികാരത്തിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച രാഘവ് ചദ്ദയായിരിക്കും. ഉയർത്തിക്കാട്ടാൻ ജനകീയ നേതാക്കളില്ലാത്ത സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഘവ് ചദ്ദ, ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് തുടങ്ങിയ മുഖങ്ങൾ ബിജെപിക്ക് ആവശ്യമാണ്. ചദ്ദയെ മുന്നിൽ നിർത്തി എഎപിയെ പിളർത്താൻ നേരത്തെ ബിജെപി ശ്രമിച്ചിരുന്നതായും സൂചനയുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും NCPക്കും സംഭവിച്ചതുപോലെ പിളർപ്പുണ്ടാക്കാനായിരുന്നു ശ്രമമെന്ന് എഎപി വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. വരാനിരിക്കുന്ന 2027-ലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭഗവന്ത് മാൻ സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മുൻ എഎപി നേതാക്കളെ ഉപയോഗിക്കുക എന്നതാണ് നിലവിൽ ബിജെപിയുടെ തന്ത്രം. കൂറുമാറിയവരിൽ രാഘവ് ചദ്ദ മാത്രമാണ് ബിജെപി ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്ന നേതാവായി കണക്കാക്കുന്നത്. മറ്റു കൂറുമാറിയ നേതാക്കൾക്ക് അത്തരം സ്വാധീനമില്ല എന്നും ബിജെപി അവരെ വെറും കരുക്കളായി മാത്രമേ കാണുന്നുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട്. ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പാഠക് എന്നിവർ വെള്ളിയാഴ്ച ബിജെപി ആസ്ഥാനത്ത് വെച്ച് പാർട്ടി അധ്യക്ഷൻ നിതിൻ നബിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ 7 പേരുടെ പുറത്തുപോക്കോടെ എഎപിക്ക് ഇനി അവശേഷിക്കുന്നത് 3 രാജ്യസഭാംഗങ്ങൾ മാത്രമാണ്.